5 ദിവസം മരിച്ചു കിടന്നിട്ട് ഇതുവരെ ഞങ്ങൾ പുറത്തറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ നാണക്കേടല്ലയോ? ആർപിഎല്ലിൽ തന്നെ നാണക്കേടല്ലയോ? ആർപിഎല്ലിൽ തന്നെ നാണക്കേടല്ലയോ? ഇത്രയും തൊഴിലാളികൾ എത്ര പേരാ ഇവിടെ ജോലി ചെയ്യുന്നത്? പെറ്റ തള്ളയല്ലേ മരിച്ചത്? പറയണ്ടേ? ഒരു വാക്ക് എന്റെ അടുത്ത് പറയണ്ട, ഞങ്ങളുടെ കോട്ടേഴ്സിൽ പറയണ്ട, അവന്റെ കൂട്ടുകാരനെ ആരുടെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അമ്മ മരിച്ചിട്ട് സ്മെല്ല് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം ഒന്ന് കണക്കാക്കിയില്ല. നമ്മളെ പെറ്റ അമ്മയാണ്. നമ്മൾ എത്ര വാടെടുത്താലും നമ്മൾ അമ്മയെ കളഞ്ഞിട്ട് പോകത്തില്ല. അമ്മയുടെ കൂടെ തന്നെ ഞാൻ 3 ദിവസം അവിടെ അമ്മ കട്ടിലിൽ കിടക്കും, ഞാൻ താഴെ ഇരിക്കും. അമ്മയ്ക്ക് ഇപ്പൊ 90 വയസ്സ്. അമ്മ ജീവിച്ചിരിക്കേണ്ടത് 101 വയസ്സ് വരാമെന്നാണ് ജോസ്യൻ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മകരം വരെ അമ്മ ജീവിച്ചിരിക്കുവാന്നെങ്കിൽ അമ്മ ഇനി ആരും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. 101 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അതിന്റെ ഗ്യാരണ്ടി, ഫുൾ ഗ്യാരണ്ടി കൊടുത്തിരിക്കുക. കുളത്തൂപ്പുഴയില് RPL 2F കോളനിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വളരെ ഒരു വിചിത്രമായ ഒരു സംഭവം നടന്നു. ആ 90 വയസ്സുള്ള അമ്മ മരിച്ചതിന് ശേഷം ഈ പുറം ലോകത്തോ അടുത്തുള്ള ആരുമായിട്ടോ അതിനെപ്പറ്റി സംസാരിക്കാതെ വീട്ടിൽ തന്നെ 4 നാൾ സൂക്ഷിച്ച ഒരു സംഭവം. അപ്പോൾ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ RPL കോളനിയിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലയങ്ങളുണ്ടല്ലോ, ഈ ലയത്തിൻ്റെ ഈ ഒരു വീട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ഇവിടെ താമസിക്കുന്ന കുറേ ചേട്ടന്മാരാണ്, ഈ അയൽവാസികളാണ്. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് മുരുകൻ. ഈ അടുത്ത സമയത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി, എന്താണത്? ഇന്നലെ ഞങ്ങൾ 7:30 മണിക്ക് ഞങ്ങൾക്ക് അറിയാം സംഭവം. അമ്മ മരിച്ചിട്ട് പോയിട്ടുണ്ട്. ആൾക്കാരെല്ലാം പറഞ്ഞോണ്ട് ഞങ്ങൾ വീട്ടിനകത്ത് പോയി മൂടിയിട്ടായിരുന്നു, ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയിട്ടായിരുന്നു. അപ്പം മരിച്ചിട്ട് 5 ദിവസമായി അവൻ തന്നെ മൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ എത്ര മണിക്ക് എപ്പോൾ പോയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ നല്ല നോക്കും. നല്ല 90 വയസ്സും. 90 വയസ്സുണ്ടോ? എല്ലാവരോടും സഹകരിക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളായിട്ട് ഒരു ബന്ധം ഒറ്റയ്ക്കേ ഉള്ളു. അവരുടെ അമ്മയായിട്ട് അവൻ 6 അവിടെ അവന്റെ ധനിരാജ്യമാണ്. 6 മിണ്ട് 90 വീട് ഇരിപ്പുണ്ട്. അവൻ 6 മിണ്ട് കൂട് പത്രമ്പം പറയത്തില്ല. ഇത് കണക്കാ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും അങ്ങനെ സ്മെല്ല് നിങ്ങൾക്ക്? കാരണം അവൻ തിരികെ എത്തിക്കില്ല. പൂജ വിളക്ക് വെച്ച തിരികെ എത്തിക്കുക. ഇത്രയും തിരികെയൊക്കെ കത്തിച്ച് സ്മെല്ല് വരുമില്ല. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. കറക്റ്റ്. തൊട്ടപ്പുറത്ത് 2 വീട്ടിലെ ആളില്ല. ഇപ്പുറത്തെ 2 വീട്ടിലെ ആളില്ല, അപ്പുറത്തെ 2 വീട്ടിലെ ആളില്ല. അങ്ങനെയൊക്കെ സംഭവം. പിന്നെ ഇന്നലെ അവരുടെ മോള് വന്നതിന് ശേഷം പൈസയൊക്കെ കൊടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് കണ്ട് വന്ന അവരുടെ മോള് അത് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പുള്ളി കണ്ടിട്ട് മരിച്ചു പോയെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് പിന്നെ വാർഡ് നമ്പർ അറിയിച്ച് പോലീസുകാരെ വിളിച്ച് അങ്ങനെയൊക്കെ വന്നാണ് സംഭവം നാട്ടുകാരെ അറിയുന്നത്. നമ്മുടെ കൂടെ ജോലി ചെയ്ത പുള്ളിയാ. പിന്നെ അങ്ങാര് നമ്മുടെ അടുത്ത് ആരുടെ മിണ്ടത്തില്ല. റിട്ടയർഡ് ആയിട്ട് ഇപ്പൊ 6 മാസം ആയതാ. അമ്മ നല്ലവണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നതാ. എന്തായാലും നിങ്ങള് എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെ. 5 ദിവസം മരിച്ചു കിടന്നിട്ട് ഇതുവരെ ഞങ്ങൾ പുറത്തറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ നാണക്കേടല്ലയോ? ആർപിഎല്ലിൽ തന്നെ നാണക്കേടല്ലയോ? ഇത്രയും തൊഴിലാളികൾ എത്ര പേരാ ഇവിടെ ജോലി ചെയ്യുന്നത്? പെറ്റ തള്ളയല്ലേ മരിച്ചത്? പറയണ്ടേ? ഒരു വാക്ക് എന്റെ അടുത്ത് പറയണ്ട, ഞങ്ങളുടെ കോട്ടേഴ്സിൽ പറയണ്ട, അവന്റെ കൂട്ടുകാരനെ ആരുടെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കൺവീനറാ. ഞങ്ങൾ ചെയ്യും എല്ലാ കാര്യം നമ്മൾ ചെയ്തേനെ. റെപ്കോയിൽ നിന്ന് 25,000 രൂപ കിട്ടും. പൈസ കിട്ടും. ഒരു പൈസ ചെലവില്ല. ഞങ്ങളുടെ കോളനിയിലെ പിരിവുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ചെയ്യായിരുന്നു. ഇവിടെ 90 വീടുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരു 6:30 മണിക്ക് RPL 2F കോളനി അവിടെ നിന്ന് ഒരു ഫോൺ വന്നു. ഒരു അമ്മ മരിച്ചിട്ടുണ്ട്, വീട്ടിൻ്റെ അകത്ത് ആരെയും കയറ്റുന്നില്ല മകൻ എന്ന് പറഞ്ഞാണ് ഫോൺ വന്നത്. ഉടനെ തന്നെ ഞാൻ അപ്പോഴന്നെ കുളത്തൂപ്പുഴയിൽ നിന്ന് പോലീസിനെയും വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്നായിരുന്നു. അപ്പോൾ അവിടെ മകൻ കൃഷ്ണസ്വാമി, അദ്ദേഹം ഈ അമ്മയും മാത്രമേ അവിടെ താമസമുള്ളൂ. ഈ വർഷങ്ങളായി ഈ അമ്മ കിടപ്പിലാണ്. ഒരു 90 വയസ്സുണ്ട്. അപ്പം തൊട്ടടുത്ത വീട്ടുകാരുൾപ്പെടെ അവിടെ കയറ്റത്തില്ല. ബന്ധുക്കൾ വന്നാൽ കാണാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് മകൻ പറയുകയുണ്ടായി എപ്പോഴും. അതുതന്നെ ആശാവർക്കർമാർ, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആശാവർക്കർമാർ പോയാൽ അവിടെ കയറ്റത്തില്ല. അപ്പോൾ നമ്മളൊക്കെ ഇടപെട്ടാണ് മാസത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ ആശാവർക്കർ അവിടെ പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ടൊക്കെ വരികയുണ്ടായി. മകൻ ഇച്ചിരി മാനസിക പ്രശ്നമുള്ള ഒരാളാണ്.
അപ്പം പോലീസുകാർ പറഞ്ഞത് ബോഡി ഒരു 5 ദിവസമായി ബോഡി മരണപ്പെട്ട് ബോഡി വീട്ടിൻ്റെ അകത്ത് തന്നെ പൊതിഞ്ഞ് വച്ചേക്കുമായിരുന്നു. ഉടനെ തന്നെ ഇന്നലെ രാത്രി വെളുപ്പിനെ ഒരു 2 മണിക്ക് ഇൻക്വസ്റ്റ് തയ്യാറാക്കി, കുളത്തൂപ്പുഴ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പുനലൂർ ഹോസ്പിറ്റലിലേക്ക് ബോഡി മാറ്റി. ഇന്ന് രാവിലെ തന്നെ പോലീസിനെയും വിളിച്ചുകൊണ്ട് പോയി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത്, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പം ഒരു പ്രശ്നവുമില്ല, സ്വാഭാവിക ഒരു മരണമാണെന്ന് പോലീസുകാർ അറിയിച്ചത്. ഇപ്പം കുളത്തൂപ്പുഴ ക്രിമിറ്റോറിയത്തിൽ ബോഡി ദഹിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇത് കൃഷ്ണസ്വാമി RPL ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ പുള്ളി റിട്ടയർഡായിട്ട് 2 കൊല്ലം ആവുന്നു. ഇപ്പോൾ വെളിയിലൊക്കെ ജോലി ചെയ്യുന്നു. ഇവിടെ പുള്ളിയുടെ മാതാവ്, അതായത് അമ്മ, വയസ്സായ ആളാണ്. അവരുടെ മരണസംബന്ധമായിട്ട് ഒരു വാർത്തകൾ കണ്ട് അതാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? അമ്മക്ക് ഇപ്പം 2ാമത്തെ കൂടുമന്ത്രമാണ് ഇപ്പൊ അവർ നടത്തിയത്. അപ്പൊ ആദ്യത്തിലെ കൂടുമന്ത്രത്തിൽ വന്ന് അമ്മാവെ രക്ഷപ്പെടുത്തി, അമ്മാവെ ഇച്ചിരി ഗുണപ്പെടുത്തി, അത് ജീവനോട് ഇരിക്കാൻ വേണ്ടി ഉള്ള കൈകാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കൊണ്ടുപോയാന്ന് ഇത്രയും നാൾ ജീവിച്ചിരുന്നത്. ഇപ്പൊ അവർ ശക്തമായ ഒരു കൂടുമന്ത്രമാണ് ഇപ്പൊ അമ്മയ്ക്ക് അവരടിച്ചത്. ഈ ശക്തമായ കൂടുമന്ത്രം അടിച്ച് അമ്മ ബെഡിൽ കിടക്കുന്ന സമയത്ത് പോലീസുകാർക്ക് ഞാൻ പരാതി കൊടുത്തു. അപ്പൊ കൂടുമന്ത്രം യാറാ ചെയ്തത് അവരുടെ പേരിലാണ്, കറക്റ്റ് പേരെയും വെച്ചാണ് ഞാൻ പരാതി കൊടുത്തത്. ആ പരാതിയുടെ പേരിൽ അവർ വന്ന് അന്വേഷണം ഇവിടെ തുടങ്ങിയില്ല. ഒരു ഭാഗത്തിൽ അവർ ഒരു തെറ്റുണ്ട് പോലീസുകാരുടെ ഭാഗത്തിൽ. അപ്പൊ പിറ്റേന്ന് പോലീസ് വന്നില്ല എന്ന് പറഞ്ഞ് പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പം SIയോട് ഞാൻ ചോദിച്ചു, സാറിനെ ഞാൻ ഇന്നലെ വീട്ടിൽ വരുന്ന കാതൽ, അത് വേറെ ഒരു SI പറഞ്ഞ് നിങ്ങൾ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടത്താൻ പറഞ്ഞു. അപ്പൊ കൂടുമന്ത്രം ചെയ്ത് ഒരു 90 വയസ്സ് ഒരു കിളവിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് നടത്തിയാൽ ഗുണപ്പെടുത്താൻ ഒക്കത്തില്ല. അത് കൂടുമന്ത്രം വെട്ടി മാറ്റിയാലേ ഗുണപ്പെടുത്താവൂ. അതാണ് അത് സിസ്റ്റം. അപ്പൊ അതിപ്പം അമ്മ മരണപ്പെട്ട ശേഷമാണ് അവരിപ്പം വരുന്നത്, ഇന്നലെ വരുന്നത്. അവരറിയിച്ച് അവരെ എങ്ങനെ കണ്ടെത്തിയെന്നൊന്നും അറിയത്തില്ല. അമ്മ അറിഞ്ഞത് വന്നത് ബോഡി എടുത്തുകൊണ്ട് പോയി മോച്ചറിൽ വെച്ചു. ഇന്ന് രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് വരാൻ പറയും. അപ്പൊ ബോഡിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. അപ്പൊ എന്റെ വാദം, കൂടുമന്ത്രം ചെയ്ത ആളിനെ കണ്ടുപിടിക്കണം പോലീസാർ. അപ്പം ബോഡിയെ വന്ന് ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റേ മോച്ചറിലിരിക്കട്ടെ, ആളെ പോലീസുകാർ കണ്ടുപിടിച്ച് എത്തിക്കണം. എത്തിച്ച ശേഷം അത് എന്താന്ന് നമുക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഇതാണ് എന്റെ വാദം. ഈ കൂടുമന്ത്രം എന്ന് പറയുന്നത്, തമിഴിൽ കൂടുമന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ കൂടുപാത്രം എന്നാണെന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ആവാനാണ് സാധ്യത. അത് എനിക്ക് അതിൽ വ്യക്തമായിട്ട് അറിയുന്നില്ല. എങ്കിലും അങ്ങനെ തന്നെ അല്ലേ? കൂടുപാത്രം, നമ്മൾ ആരോ ഒരാൾ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി എന്തോ ഒന്ന് ചെയ്തിരിക്കുന്നു. നമ്മൾ മലയാളത്തിൽ കൂടുപാത്രം എന്ന് പറയും. എത്ര കൂടും മന്ത്രമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇത് ആര് ചെയ്തതെന്ന് എന്തെങ്കിലും ഒരു സംശയം ഈ നമ്മുടെ പക്കത്തിലെ വീട്ടിലോ? അത് ഞാൻ പോലീസുകാരോട് പരാതി കൊടുത്തിരിക്കുന്നു, അവർക്കറിയാം. ഇപ്പൊ നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറയാൻ താല്പര്യമാണ്. ഇല്ല, ഓക്കെ. അപ്പൊ ആളാരാന്ന് നിങ്ങൾക്ക് അറിയാം? വ്യക്തമായിട്ട് 4 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. 4 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ 2 പേരിലാണ് പരാതി പോയിരിക്കുന്നത്. ഇനി 2 പേരെ നമുക്ക് ആളെ കണ്ടുപിടിക്കാം. അപ്പൊ പോലീസുകാർ എങ്ങനെയാണെന്ന് അന്വേഷണം തുടങ്ങട്ടെ. പക്ഷെ ഇത് കണ്ടുപിടിക്കാതെ വിടത്തില്ല. പൾസർ ബാള, അതാണ് ഇവൻ പൾസർ ബാള. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായിരിക്കും? അമ്മയ്ക്ക് ഇപ്പൊ 90 വയസ്സ്. അമ്മ ജീവിച്ചിരിക്കേണ്ടത് 101 വയസ്സ് വരാന്നാണ് ജോസ്യൻ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മകരം വരെ അമ്മ ജീവിച്ചിരിക്കുവാണെങ്കിൽ അമ്മ ഇനി ആരും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. 101 വയസ്സ് വരെ ജീവിച്ചിരിക്കും. അതിന്റെ ഗ്യാരണ്ടി, ഫുൾ ഗ്യാരണ്ടി കൊടുത്തിരിക്കുക. അപ്പൊ അമ്മ മരണപ്പെട്ടു. എന്തുകൊണ്ടാണ് വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ചത്? എന്താണ് നമ്മൾ ഈ മരണപ്പെട്ടിട്ട് ഇപ്പൊ എത്ര നാളായി? ഇന്ന് മരണപ്പെട്ടിട്ട് ഇപ്പൊ മോച്ചറിലെ കൊണ്ട് വേണ്ടി ഇന്ന് 4ാമത്തെ ദിവസമായി. അപ്പൊ എന്താണ് ചേട്ടൻ ഇത് നമ്മള് ഈ പക്കത്തിലെ വീട്ടിലൊക്കെ എപ്പോഴാണ് അറിയിച്ചത്? ഞാൻ ആർക്കും അറിയിച്ചില്ല. എന്റെ ജീവിത കഥ പറഞ്ഞു വരുന്ന അദ്ദേഹം യജമാനാണ്. ഇപ്പോഴിത് ആരാണ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ വന്നത്? താങ്കളുടെ പോലീസുകാരാണ് കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് താങ്കളുടെ വൈഫോ സഹോദരി, സിസ്റ്റർ ഉണ്ടോ? സഹോദരി എനിക്കില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരു മകനാണ്. അപ്പൊ നിങ്ങളുടെ വൈഫ് വന്നാച്ചാ? വൈഫ് വന്ന് ഞങ്ങള് വൈഫും ഞാനുമായിട്ട് പിരിഞ്ഞിട്ട് 15-20 കൊല്ലമായി. അപ്പൊ അവര് വരുമോ, പേശുമോ? അല്ല, അവരോട് ബന്ധമില്ല. പിള്ളേർ കാണാൻ പോകും. മക്കള് വരും. എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. അവര് വരും.
വരും കാണാൻ എന്നെ വരും. കണ്ടിട്ട് പോകും. കാണാൻ വരും. ആ. ഓക്കെ. അപ്പൊ ഇന്നലെ വന്ന് മൂത്ത കൊച്ചു വന്നായിരുന്നു. ആ. അപ്പൊ മൂത്ത കൊച്ചു വന്നിട്ട് പോയ ശേഷമാണ് പോലീസുകാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ കൊച്ചു പോയി പറഞ്ഞു, അമ്മ കൊച്ചിനോട് ഞാൻ പറഞ്ഞത് അമ്മ ഇതുപോലെ മരിച്ചു പോയെന്ന്. അപ്പൊ അതിന്റെ കൊച്ചിന്റെ പേരിലാണ് അവർ പോലീസുകാർ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഇനി അമ്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വന്നിട്ട് മറവ് ചെയ്ത് കിടം ഇരിക്കുക. മറവ് ചെയ്യാൻ അങ്ങനെ ഒന്നും ഇടമൊന്നുമില്ല. വേറെ ഇടമില്ല. ലയിപ്പിക്കുന്ന ഇവിടെ കമ്പനി അപ്പൊ സ്ഥലത്താണ് നമ്മള് ലയിപ്പിക്കുന്നത്. പിന്നെ നോർമൽ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഇടത്തില് നമ്മള് ദഹിപ്പിക്കണം. അങ്ങനെ ചെയ്യാന്നെങ്കിൽ ചെയ്യാം. ചെയ്യണം. അത് അതേ പറ്റൂ. കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമുക്ക് വേറെ ഇടമൊന്നുമില്ല, ഇല്ല, ഇല്ല, വസ്തുവൊന്നും വേറെ ഇല്ല, ഇടമൊന്നും വേറെ ഇല്ല, ഒന്നും. വേറെ ഇടമൊന്നും ഇല്ല. ഇപ്പൊ എന്താണ് വേല ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ വന്ന് ഫാക്ടറിയിലാണ് ജോലി. ഫാക്ടറിയിലാണ് ജോലി. ഫാക്ടറി. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയി. ജനുവരിയിൽ 31 ഞാൻ റിട്ടയർഡ് ആയത്. ഈ ജനുവരി. ജനുവരി. അപ്പൊ 6 മാസം. 6 മാസം. വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് എന്താണ് ഒരു വിഷയം വന്നത് മനസ്സിലായി? വിഷയം എന്നു പറഞ്ഞാൽ ഈ ദൈവകാര്യങ്ങൾ ഒരുപാട് നമ്മൾ ഈ ദൈവത്തിനെ ഇവിടെ പൂജിക്കുന്ന ഒരുപാട് എതിരുകളാണ്. അപ്പൊ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് ഇവിടുത്തെ ഈ കോളനിയിൽ വന്ന് വ്യക്തമായിട്ട് അറിയാത്തവരാണ് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ച് ഓരോന്നും പൂജിക്കുന്നു, വേറെ ഒരു വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ച് പൂജിക്കുന്നു. അവരവർ പൂജിക്കുന്നു, അവരവർ നന്മയ്ക്ക് വേണ്ടിയാണ് പൂജിക്കുന്നത്. അവരവരെ ഒന്ന് നല്ല കാര്യത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് അവരവർ പൂജിക്കുന്നത്. അല്ലാതെ മറ്റവർക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ വേറെ ഒരു വീട്ടിൽ എനിക്ക് വേണ്ടി പൂജിക്കത്തില്ല. എനിക്ക് വേണ്ടി ഞാൻ പൂജിക്കും ഞങ്ങളുടെ വീട്ടിൽ. ഇതാണ് ഇതിന്റെ കഥ. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ജോത്സ്യം പാക്കരുത്, കൈ പാക്കരുത്, അന്നമാതിരി എന്തെങ്കിലും ഒന്നുമില്ല. അമ്മ അതുമാതിരി ഒന്നും ചെയ്യില്ല. അങ്ങനെ ഒന്നുമില്ല. താങ്കൾ എന്തെങ്കിലും ചെയ്യോ? കൈ പാത്ത്, മുഖം പാത്ത് ചൊല്ലരുത്, അന്നമാതിരി ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഈ ജാതകത്തിനെ കുറിച്ച് നമ്മൾ ജനന ജാതകത്തിനെ കുറിച്ച് അതിനെ ഒരു 25% മനസ്സിലാക്കി വെച്ചിരിക്കും. മനസ്സിലാക്കി. പിന്നെ ദൈവം ഗ്രഹങ്ങളിനെ കുറിച്ച് 12 ഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു വ്യക്തമായിട്ട്. അപ്പൊ അതേ പേരിൽ വന്ന് എനിക്ക് വരുന്ന അപകടങ്ങളും ശത്രുക്കളും അത് കണ്ടുപിടിക്കാനുള്ള സാധ്യവും ശക്തിയും എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ മുഖലക്ഷണം വെച്ച് എനിക്ക് നോക്കുമ്പോൾ അവർ ഏത് രൂപത്തിലാ വരുന്നത്, ഏത് ചിന്തയിലാ വരുന്നത്, അവര് എങ്ങനെ ഒരു മനുഷ്യരെ ചതിക്കാൻ പോകുന്നു, അത് കറക്റ്റായിട്ട് അവരുടെ മുഖം നോക്കി കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ശക്തി ആ ദൈവം തന്നിരിക്കും. ഇതാണ് എനിക്ക് പ്രശ്നേഴ്സ് ആയിട്ട് തന്നത്. 3-4 നാളായി. അതായത് നമുക്ക് സ്മെല്ല് ഏതെങ്കിലും എന്തെങ്കിലും ഒന്നുമില്ല. അമ്മ മരിച്ചിട്ട് സ്മെല്ല് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം ഒന്ന് കണക്കാക്കിയില്ല. നമ്മളെ പെറ്റ അമ്മയാണ്. നമ്മൾ എത്ര വാടെടുത്താലും നമ്മൾ അമ്മയെ കളഞ്ഞിട്ട് പോകത്തില്ല. അമ്മയുടെ കൂടെ തന്നെ ഞാൻ 3 ദിവസം അവിടെ അമ്മ കട്ടിലിൽ കിടക്കും, ഞാൻ താഴെ ഇരിക്കും. നമ്മളെന്താ അഗർബത്തി എല്ലാം കൊളുത്തി വെച്ചാച്ച് അമ്മയ്ക്കിട്ട് ரொம்ப പാശം ഇരിക്കുക, സ്നേഹം അമ്മയ്ക്കിട്ട്. അമ്മ ഇറന്തു എന്ന് നമുക്കൊന്നും ഇപ്പോഴും അത് നമ്പിക്കാൻ മുടിയാതെ. അമ്മ മരിച്ചിട്ട് ഫീലിംഗ് ആയിട്ട് ഞാൻ അത് എടുത്തില്ല. ഫീലിംഗ് ആയിട്ട് എടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ എടുത്തു കളഞ്ഞ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. അതാണ്. അപ്പൊ ദുഃഖത്തെ നമ്മളെ മനസ്സിൽ ഒന്നും എടുക്കാൻ പാടില്ല. മരണം എല്ലാവർക്കും സംഭവിക്കുന്നു. അപ്പൊ കൂടെ നമുക്ക് അതൊരു എന്നാ ഉള്ളാലെ അത് ഏത്തിക്ക മുടിയാതെ. അമ്മ ഇറந்தாഴ്ച ഏത്തിക്ക മുടിയാതെ. അങ്ങനെ ഏത്തിക്ക മുടിയാ നമ്മളെ കരഞ്ഞോണ്ട് ഒരു മൂലയിൽ അങ്ങ് കുത്തിയിരിക്കും, ഒരു കാര്യം നടക്കത്തില്ല. അതാണ് പിള്ളയല്ല പിന്നെ പുള്ളിക്കാരന്റെ അമ്മ മരിച്ചെങ്കിലും പുള്ളിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അമ്മ മരിച്ചിട്ടില്ല, ഇപ്പോഴും എൻ്റെ അമ്മ എന്നോടൊപ്പം ജീവനോടെ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളി അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് അഗർബത്തി കാര്യങ്ങളെല്ലാം കത്തിച്ച് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്.